തിരിച്ചറിയാതെ ഓടുന്ന മലയാളത്തിനു മുമ്പിൽ ഒരു കണ്ണാടി വെച്ചുകൊടുത്തത് ഈ നാടാണ്. മലയാണ്മ എന്നൊന്നുണ്ടെങ്കിൽ അതിനടിച്ചട്ടമുണ്ടാക്കിയതും ഈ നാട്. ആറന്മുള. കണ്ണിലേക്ക് തുടിച്ചു കയറുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ എന്തിനാണ് വാക്കുകൾ? വള്ളംകളിയെ ദൈവികതയിലേക്ക് ഉയർത്തിയ ആറന്മുള പെരുമയ്ക്ക് ഇനി എന്തിനാണ് ആമുഖം? എങ്കിലും ഒരു വട്ടം കൂടി കൗതുകങ്ങൾ കണ്ണിൽ നിറച്ചുകൊണ്ട് പള്ളിയോടത്തിലേറാം. പാടിപ്പതിഞ്ഞ ജലോത്സവ മഹിമയെക്കുറിച്ച് വീണ്ടും പാടാനല്ല, വള്ളംകളിയുടെ പുറംതൊട്ടു വളർന്ന ഒരു അനുബന്ധ കാഴ്ചയുടെ വിസ്മയങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാൻ. സദ്യകളിലെ മഹാസിദ്ധ്യയായ ആറന്മുള വള്ളസദ്യ. തുടക്കരുത്തുകൊണ്ട് പള്ളിയോടങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വീരന്മാർക്ക് നൽകുന്ന സ്നേഹവിരുന്ന്. ഇലവട്ടത്തിൽ ഏറ്റവും അധികം വിഭവങ്ങൾ നിരത്തുന്ന മഹാസദ്യയുടെ അണിയറയിലെ ആദ്യത്തെ എണ്ണം. അഗ്രശാലയിലെ കൂറ്റൻ വാർപ്പുകളിൽ വെളിച്ചെണ്ണയുടെ ആവേശത്തിളപ്പു തുടങ്ങി. കറുമുറ കഴിക്കാനുള്ള വറവുകൾ ആദ്യമേ ചെയ്തു വെക്കുക എന്ന സാർവലൗകിക തത്വം തന്നെ ഇവിടെയും. അറുപത്തിമൂന്ന് വിഭവങ്ങളോളം നമ്മൾ വിളമ്പുന്നുണ്ട്. അതായത് ഒഴികറി 5 എണ്ണം, അച്ചാർ 5 എണ്ണം, വറയേറ്റങ്ങൾ 5 എണ്ണം, പായസങ്ങൾ 5 എണ്ണം, ഏതാണ്ട് 5ൻ്റെ ഡിസ്പ്ലേയാണ് ഏകദേശം ഒക്കെ വരുന്നത്. പിന്നെ വിളിച്ച് ആവശ്യപ്പെടുന്ന പള്ളിയോടക്കത്തിൽ വരുന്ന തൊഴിൽക്കാർ ആവശ്യപ്പെടുന്ന വിഭവങ്ങളെല്ലാം തന്നെ കൊടുക്കണമെന്ന്. കാരണം ഇവിടെ വരുന്ന ഭഗവാനാണ് ഈ പള്ളിയോടത്തെ വരുന്നത്. ഭഗവാൻ ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. വെള്ളമല്ല, ഇത് വെളിച്ചെണ്ണ ഞങ്ങൾ പിന്നെ ഉള്ളിക്ക് വേർത്ത് വയ്ക്കുന്നുണ്ടെ അത് വേർത്തുന്നിട്ട് ചൂടാകുന്നുണ്ട്. ഇങ്ങനെ തിരുമ്പുന്നുണ്ടെ ആ തൊലി അങ്ങ് പോവും. അപ്പം ഞങ്ങൾക്ക് എളുപ്പമുണ്ട് ഞങ്ങളുടെ ജോലിക്ക്. വറുത്തുപേരുകൾ 5, ഒഴിച്ചു കൂട്ടാനുകൾ 5, തൊടുകറികൾ 5, പായസങ്ങൾ 5, അങ്ങനെ 5ന്റെ ഗുണിതങ്ങളായി പെരുകുന്ന വിഭവങ്ങളുടെ സംഖ്യാബലത്തിൽ മാത്രമാണോ ആറന്മുള വള്ളസദ്യയുടെ മഹത്വം? പമ്പാനദിയുടെ നനവിൽ നാമ്പെടുത്ത സംസ്കാരത്തിന്റെ മൂലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആറന്മുളയ്ക്ക് തീർച്ചയായും ഉണ്ടാകാം അതിൻ്റെതായ കൈപുണ്യവും. ക്ഷേത്രത്തിന്റെ നാലുപുറ കാഴ്ചകളിൽ നിന്ന് തന്നെ തിരുവാറന്മുളയപ്പനാരെന്ന് വായിച്ചെടുക്കാം. അന്നദാന പ്രഭുവാണ് അദ്ദേഹം, അതുപോലെ ഭോജനപ്രിയനും. തിരുവോണനാളിൽ ദേവന് സദ്യയൂട്ടാൻ നിറയെ വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ടില്ലത്തു നിന്നും തുഴഞ്ഞെത്തുന്ന തിരുവോണത്തോണിയെ പിൻപറ്റിയാണ് പള്ളിയോടങ്ങൾ ആറന്മുളയിലെത്തിയത്. അകമ്പടിയായി വരുന്ന പള്ളിയോടങ്ങൾ വെച്ച് ഒരു മത്സരം നടത്തിയാലെന്താ എന്ന ആശയം ഒടുവിൽ വിഖ്യാതമായ ആറന്മുള വള്ളംകളിയായി. കണക്കുകൾ അനുസരിച്ച് 7.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ജലമേള. ക്ഷേത്രത്തിലേക്ക് ഓണവിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണിക്ക് സംരക്ഷണം നൽകുന്നതിനാണ് ഈ പള്ളിയോടങ്ങളെന്ന് പറയുന്ന പ്രത്യേകതരം ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് കിഴക്ക് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കാട്ടൂർ മങ്ങാട്ടില്ലത്തു നിന്നും ഓണവിഭവങ്ങളുമായി തിരുവോണത്തിന് തലേന്ന് പുരാടനാളിൽ രാത്രി പുറപ്പെടുന്ന തിരുവോണത്തോണിയെ സംരക്ഷിക്കാനായിട്ട് കരക്കാർ പ്രത്യേക ശില്പചാതുര്യമാർന്ന ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടാക്കി വരികയും അത് സുരക്ഷിതമായിട്ട് ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ഇന്നും നടന്നു വരുന്നു. ഈ പള്ളിയോടങ്ങളെ ജനങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അർജുനൻ്റെ ജന്മനാളായ ഉത്രട്ടാതി നാളിൽ ഒരു വള്ളംകളിയും പിന്നീട്
ഏർപ്പെടുത്തിയതായിട്ടാണ് ഐതിഹ്യം. 1947 മുതൽ ഈ ജലമേള സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതിയായ പള്ളിയോട സേവാ സംഘമാണ്. തിരുവാറന്മുളയപ്പനെ പമ്പാനദിയായും അതിലെ വള്ളംകളിയായും അതിലൂടെ വള്ളസദ്യയുമായും ബന്ധപ്പെടുത്തുന്ന ഐതിഹ്യത്തിന് അസാധാരണമായ കാൽപ്പനിക ഭംഗിയുണ്ട്. ഇത് ആറന്മുളയെ രുചിയുടെ തലസ്ഥാനം കൂടിയാക്കുന്നു. ശോഭനഗീതമരുളെ പാടാം. കൂട്ടുപരിയുടെ മേളം രണ്ടാം കാലത്തിലേക്ക്. ഒഴിച്ചുകൂട്ടാനുകളിലെ പ്രധാന വേഷങ്ങൾ വരവായി. ഇതാണ് കഥയിലെ നായകൻ. ആറന്മുള സ്വന്തം കയ്യൊപ്പിട്ടുകൊണ്ട് അല്പം അഹങ്കാരത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന വറുത്തരിശ്ശേരി. നമ്മൾ ആറന്മുള വിട്ട് ഇതങ്ങനെ ആരും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല വറുത്തരിശ്ശേരി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചേന, ഏത്തക്ക, വൻപയർ ഈ 3 സാധനം കൂടെ നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത്. ഇനി ഇതിനകത്ത് നാളികേരം തിരുമി അത് വറക്കും. നമ്മൾ സാധാരണ തീയലിനൊക്കെ വറക്കുന്ന രീതിയിൽ അത് വറുത്ത് തിരിച്ചൊഴിച്ച് അത് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഈ വറുത്തരിശ്ശേരിയുടെ അരിക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കഷ്ണം. ഇനി നമ്മൾ തേങ്ങ വറുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് അത് ഇളക്കി പാകമാക്കി കോരുകയാണ് ചെയ്യാറുള്ളത്. എകിലങ്ങു പള്ളി കൊള്ളും ആകിശയനാദൈ തകതോ തികി തകതോ തകധീതോ ദിയോ അപ്പാർത്തലത്തിൽ ആത്തി പോക്കി. ഊട്ടുപുരയുടെ കൺപോളകൾ അടയാൻ അങ്ങനെ അനുവദിച്ചുകൂടാ. പകലിന്റെ പന്തീരടിക്ക് മുമ്പ് തന്നെ എല്ലാം ചെയ്തു തീർക്കാനുള്ള ആവേശമന്ത്രങ്ങൾ ആറന്മുളയ്ക്ക് സ്വന്തമായുണ്ട്. ഉപ്പിന്റെയും എരിവിന്റെയും പുളിയുടെയും കയ്പിന്റെയും പല വിധാനങ്ങളിലൂടെ നീങ്ങുന്ന സദ്യയുടെ മോക്ഷപദമാണ് പായസത്തിന്റെ മധുരം. 5 കൂട്ടം പായസങ്ങൾ ഒരുക്കാനുള്ള ധന്യമുഹൂർത്തമെത്തി. അരി പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നെയ്യ് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നു. നെയ്യും വെളിച്ചെണ്ണയും കൂടെ പൊടിച്ച് ഞെരടിയിട്ട് ഉണ്ടശർക്കരയും ശർക്കരയും കൂടെ കലക്കി വെള്ളവും ചേർത്ത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കലക്കി എടുക്കുന്നതാണ് അട. റെഡിമെയ്ഡ് അട കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ രാവിൽ എന്തിനാണ് ഈ അധ്വാനമെന്ന് ചോദിക്കാം. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നാണ് ആറന്മുളക്കാരുടെ ഉത്തരം. വള്ളസദ്യ എന്ന മഹാ നൈവേദ്യത്തിലേക്കുള്ള വഴിയിൽ ആറന്മുളയ്ക്ക് കുറുക്കുവഴികൾ ഇഷ്ടമല്ല. കദളിപ്പഴം ചേർക്കും, നെയ്യ്, ശർക്കര, തേങ്ങാപ്പാൽ ചേർത്ത് ഇത് മാവ് കൊണ്ടുവന്ന് ജോലി ചെയ്ത് അറുപതോളം വിഭവങ്ങൾ നിരത്തുന്ന സദ്യയുടെ നാക്കിലയിലേക്ക് ഇനിയും ദൂരമുണ്ട്. തീയും പുകയുമേറ്റ് ഒരു രാവ് മുഴുവൻ ഉറക്കമിളച്ചിരുന്നാലും കാണാത്ത അറിയാത്ത എന്തൊക്കെയോ പിന്നെയും ബാക്കി. വഴിപാട് സദ്യയ്ക്ക് കരാറെടുത്തവർ നാക്കിലയിൽ എന്തൊക്കെ വെച്ചാണ് എണ്ണം തികയ്ക്കുന്നതെന്ന് കാണാൻ കാത്തിരിക്കാം.